പണ്ട് പണ്ടൊരു കാട്ടില് ഒരു മരവെട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ ഒരു ദിവസം മരം വെട്ടാൻ പോയപ്പോൾ അവന്റെ മരം വെട്ടി ഇരുന്നപ്പോൾ ആ കൊമ്പുമേ ഇരുന്ന് അവൻ മരം വെട്ടിയപ്പോൾ അവന്റെ കൊടാലി വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ അവൻ കുറെ മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊടാലി തിരഞ്ഞു നോക്കി, വെള്ളത്തിൽ തപ്പി നോക്കി. അവൻക്ക് കിട്ടിയില്ല. അവൻ കുറെ നേരം കരഞ്ഞു. പക്ഷെ ജലദേവത വന്നു. അവനക്ക് കിട്ടാത്തതുകൊണ്ട് ജലദേവത വന്ന് അവൻ എന്തിനാ സുന്ദര നീ കരയുന്നത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കൊടാലി നദിയിലേക്ക് വീണു, നിങ്ങൾ അത് എടുത്തു തരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും എടുത്തു തരാം എന്ന് പറഞ്ഞു ജലദേവത മുങ്ങിപ്പോയി. എന്നിട്ട് അവൻ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു ജലദേവത വന്നു. എന്നിട്ട് ഇതാണ് സ്വർണ്ണ കൊടാലിയും കൊണ്ട് വന്നു. ഇതാണോ സുന്ദര നിന്റെ കൊടാലി എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് പറഞ്ഞു അവൻ. അതുകൊണ്ട് പിന്നെ അവൻ്റെ കൊടാലി തന്നെ ജലദേവത വീണ്ടും പോയി. പക്ഷെ പിന്നെ ഒരു വെള്ളി കൊടാലിയാണ് കൊടുന്നത്. അതും നിൻ്റെതല്ല എന്ന് ഇവൻ പറഞ്ഞു. സുന്ദരൻ പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും വെള്ളത്തിലേക്ക് പോയി കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു മരം കൊണ്ടില്ല കൊടാലി കൊന്നു. അപ്പോൾ അത് ഇൻ്റെതാണ് എന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ സത്യസന്ധത കൊണ്ട് ജലദേവത 3 കൊടാലികൾ ഇവനക്ക് കൊടുത്തു. അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ പോയി. എന്നിട്ട് 2 കൊടാലികളും 2 വെള്ളിയും സ്വർണവും അവൻ ചന്തി വിൽക്കാൻ പോയപ്പോൾ അവിടെ അവൻ്റെ അയൽവക്കക്കാരനെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ ഇത്ര വെള്ളിയും സ്വർണവും കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നടന്നതൊക്കെ അവൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ അയൽവാസിക്ക് അസൂയ തോന്നി. അവനും അതേപോലെ പോയി അവൻ്റെ 3 മരത്തിൻ്റെ കൊടാലിയിൽ ഒരു കൊടാലി വലിച്ചെറിഞ്ഞു. അപ്പോൾ എന്നിട്ട് അവനും കുറെ തപ്പി നോക്കി. എന്നിട്ട് അവൻ കരഞ്ഞു ഭാഗ്യദേവത കൊന്നു. അപ്പോൾ ഭാഗ്യദേവത എന്താ സുന്ദര നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കൊടാലി വെള്ളത്തിലേക്ക് വീണു, അതുകൊണ്ട് അതൊന്ന് എടുത്തു തരാമോ എന്ന് പറഞ്ഞ് ഭാഗ്യദേവത വെള്ളത്തിലേക്ക് പോയി. അപ്പോൾ ഭാഗ്യദേവത കുറേ നേരം കഴിഞ്ഞിട്ട് സ്വർണ്ണ കൊടാലി കൊടുന്നു. അതാണോ നിൻ്റെത് എന്ന് ചോദിച്ചപ്പോൾ അത് ഇതാണ് നിൻ്റെത് എന്ന് പറഞ്ഞു. എടാ ദുഷ്ട, നീ നുണ പറയൂലേ ഭാഗ്യദേവനോട്, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെടാ എന്ന് പറഞ്ഞ് കൊന്നു. പാവം അവൻ്റെ ജീവനും പോയി, അവൻ്റെ കൊടാലും കിട്ടിയില്ല.